ടസക്കോട്ട ആൻഡ് കച്ച് വർക്ക് ബോർഡർ ഷെയ്ഡഡ് ലുക്കിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡിസ്ചാർജ് ലുക്കിലും കൂടെയൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു രസമുള്ള ഒരു സാരിയാണ്. കുറച്ച് യുണീക്കായിട്ട് തന്നെ നിൽക്കുന്ന സാരിയാണ്. നല്ല ഭംഗിയുള്ള കളർ പാലറ്റാണ്. ആൻഡ് അതിൻ്റെ ഒരു ഷെയ്ഡിങ് ബ്ലൗസ് പ്രിൻറ്റഡിൻ്റെ കൂടെ എംബ്രോയിഡറി ലുക്കും കൂടെ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിൻ്റെ കളർ വേരിയൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റിനകത്ത് ഈ ഒരു ലൈറ്റ് ടീൽ ഷെയ്ഡിനകത്ത് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ആൻഡ് കുറച്ചും കൂടി ഒരു ക്ലൗഡ് ബ്ലൂവിലോട്ടാണ് അതിൻ്റെ ഒരു ഷെയ്ഡിങ് പോയേക്കുന്നത്. ലോ പോർഷനിൽ നമുക്ക് ആ ഒരു ലൈറ്റായിട്ട് വന്നിട്ടുള്ള ഒരു സ്പ്രേ പെയിൻറ്റഡ് ഫീലാണ് കേട്ടോ. അതിങ്ങനെ സ്റ്റെൻസിൽ വെച്ചിട്ടുള്ള ഒരു സ്പ്രേ ഫീൽ പോലത്തെ ഉള്ള ഒരു ലുക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ആൻഡ് കച്ച് വർക്ക് എംബ്രോയിഡറി ഇത് ഹാൻഡ് കച്ചാണ് ചെയ്തിരിക്കുന്നത്. ടസറിൻ്റെ തന്നെ കോട്ടയാണ്. ഫ്ലാറ്റ് ഫേസിങ് ഫിനിഷിങ് ആൻഡ് ഇതിനകത്ത് മിറേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഫിലിം മിറേഴ്സാണ് കേട്ടോ. നമുക്ക് കോട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിലിം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഡ്യൂറബിൾ ആകാനായിട്ട് നമ്മളത് നോക്കിയിട്ട് ഫിലിം മിറേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുൾ കച്ച് വർക്ക് ബോർഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ടോൺസിലാണ്. ടർക്കോയിഷ് ബ്ലൂവിൻ്റെ തന്നെ 2 ഡാർക്കർ ആൻഡ് ലൈറ്റർ ഷെയ്ഡിൽ. സോ ദ നെക്സ്റ്റ് വൺ വി ഹാവ് ഇത് 10499 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡൻ യെല്ലോ, പെയിൽ ആയിട്ടുള്ള ടോൺ ആൻഡ് ദെൻ വി ഹാവ് ഗ്രീൻ ആൻഡ് ദെൻ ബ്രൗൺ ഷെയ്ഡിലും ആയിട്ടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. മസ്റ്റേർഡ് യെല്ലോവും ബ്രൗണിൻ്റെയും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. കച്ച് വർക്കാണ് കേട്ടോ. അതിൻ്റെ ബ്ലൗസും ക്വൈറ്റ് സ്പെഷ്യൽ. ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ബ്ലൗസിൽ നമുക്ക് എംബ്രോയിഡറി നല്ല ബാക്ക് പാനലിനായിട്ട് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. കച്ചിൻ്റെ തന്നെ വർക്കാണ്. ആൻഡ് ദിസ് ഇസ് ദി സ്ലീവ്. ഫ്ലോറൽ പ്രിൻ്റാണ്, സിമ്പിൾ ഫ്ലോറൽ പ്രിൻ്റാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക്. സോ ദി ഷെയ്ഡ്സ് പിക്ഡ് ഫോർ ദ സാരി ഈസ് റിയലി പ്രിറ്റി. ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ബേജ്, ഒരു മോവ് പിങ്ക് ആൻഡ് ഒരു പീച്ച് ടോണും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ദ ബോർഡറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ഒരു ബ്രൗണിഷ് ഓറഞ്ച് ഷെയ്ഡാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ആൻഡ് പീച്ചിൻ്റെ കോമ്പിനേഷൻ. സോ ദിസ് ഇസ് ദി ലുക്ക്. വേറെയുമ്പോൾ ഒരു ലുക്ക് ഇതാണ്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ബ്ലൗസിൻ്റെ ലുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബേസ് കളർ സെയിം എംബ്രോയിഡറി ആൻഡ് സ്ലീവ്. 10499 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. നൗ വി ഹാവ് ഒരു ലൈലാക്ക് ഷെയ്ഡ്, ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മോവ് ടോണും ലാവൻഡറും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലോട്ടാണ് പോയേക്കുന്നത്. അപ്പർ പോർഷനിൽ കുഞ്ഞു ഫ്ലോറൽസും ലോ പോർഷനിൽ ആ ഒരു സ്റ്റെൻസിൽ ലുക്ക് കുറച്ചും കൂടി വലിയ ഫ്ലോറൽസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വെരി പ്രിറ്റി ഷെയ്ഡ്. ആൻഡ് ദെൻ ഫോർ ദ ലാസ്റ്റ് ലുക്ക് വി ഹാവ് യെല്ലോ ടു ഓറഞ്ച്, പെയിൽ യെല്ലോ ടു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു പ്ലസൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ 2 ടോൺസ് ഓഫ് ഓറഞ്ച് വന്നിട്ടുണ്ട്. മിഡ് ഓറഞ്ച് കുറച്ചും കൂടി ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. ദ ഷെയ്ഡിങ് ഓഫ് ദി സാരി ഈസ് റിയലി പ്രിറ്റി. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ്. ദിസ് ഇസ് ഗോയിങ് ടു ബി എ റിയലി ഗുഡ് കളക്ഷൻ. യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലാണ്. 10 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ലൊരു സാരി. SBS 857. ചന്തേരി ഫാബ്രിക്. ഇപ്പോൾ സമ്മർ ടൈമിൽ നമ്മൾ കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നല്ല സുഖമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ചന്തേരി എന്ന് പറയുന്നത്. ചന്തേരി വന്നിരിക്കുന്ന സ്ക്രീൻ പ്രിൻറ്റഡ് ആയിട്ടുള്ള ചന്തേരി ഫാബ്രിക്കിൽ സെറി ബോർഡേഴ്സ് ഒക്കെ ആയിട്ട് കാന്ത എംബ്രോയിഡറി ഹൈലൈറ്റ് ഒക്കെ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. SMC എന്ന കോഡിലാണ് ചന്തേരി സാരീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമുക്ക് സാരീസിൻ്റെ കളക്ഷൻ നോക്കാം. ഇതെല്ലാം വേർട്ടിക്കൽ ലൈൻസ് പോലെ വരുന്ന ഡിസൈൻ പാറ്റേൺ ആണ് കേട്ടോ. ഡിസൈൻ വന്നേക്കുന്നത് ഇതെല്ലാം ബ്ലോക്ക് പ്രിൻറ്റഡ് ചന്തേരിയാണ്. ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തേക്കുന്നത് ഇത് ബ്ലോക്ക് പ്രിൻറ്റഡ് അല്ല, സ്ക്രീൻ പ്രിൻറ്റഡ് ചന്തേരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ വേർട്ടിക്കൽ
വേർട്ടിക്കൽ ലൈൻസ് പോലെ വരുന്ന ജാൽ ഡിസൈൻ പാറ്റേണും കാന്ത എംബ്രോയിഡറിയും, പിന്നെ നല്ല ഭംഗിയുള്ള ബനാറസി ബോർഡേഴ്സ് ഒരുപാട് തിക്കായിട്ടുള്ള ബനാറസി ബോർഡേഴ്സ് അല്ല, കുഞ്ഞ് ഒരു ബനാറസി ബോർഡറും കൂടെ വന്നിരിക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ഇത് ഒരു 3 കളർ വേരിയൻസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എല്ലാം നല്ല പ്രിറ്റി ആയിട്ടുള്ള കളേഴ്സാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ്. ഒരു പിങ്കിൻ്റെ ഷെയ്ഡ്, പിങ്ക് ആൻഡ് പേർപ്പിൾ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്, പിന്നെ ബ്ലൂ ആൻഡ് ഗ്രീൻ. ഇനി നമുക്ക് ഈ 3 കളേഴ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സാരി കാണാം. ഇപ്പോൾ ഈ സമ്മർ ടൈമിൽ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് ഈ സാരി യൂസ് ചെയ്യുന്നവർക്കറിയാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി ആയിരിക്കും അവർ വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്തേരി സാരീസ് ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. വേർട്ടിക്കൽ ലൈൻസ് പോലെയാണ് സാരി വരുന്നത് കണ്ടോ. വേർട്ടിക്കൽ ലൈൻസ് പോലെ ഫുൾ സാരിയിൽ ഇതുപോലെ വേർട്ടിക്കൽ ലൈൻസ് പോലത്തെ ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് കോൺട്രാസ്റ്റ് ആ ബോർഡറിൻ്റെ കളറിൽ വരുന്ന ബോർഡറിൻ്റെ കളറിൽ വരുന്ന ബ്ലൗസും കൂടിയാണ് പെയർ ചെയ്തേക്കുന്നത്. പേർപ്പിൾ ആൻഡ് ഒരു ഡാർക്ക് മജന്ത പിങ്ക് ടോണിൽ വരുന്ന സാരിയുടെ കളക്ഷൻ. ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് ഒന്ന് ക്ലോസറായിട്ട് കൊണ്ടുവന്ന് കാണിച്ചേ ഭയ്യ. ഇത് കണ്ടോ, സിൽവർ കളറിലുള്ള ജെറി വീവിങ് ആണ് വന്നേക്കുന്നത്. ഒരു 3 പെറ്റൽ ഫ്ലവേഴ്സ് പോലെ വരുന്ന ഒരു വീവിങ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ത്രെഡിൻ്റെ വീവിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. സിൽവർ ജെറി ആൻഡ് ത്രെഡ് വീവിങ് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ ചെറിയൊരു ലൈനും കൂടെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ ഡിസൈൻ ഡീറ്റെയിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെക്സ്ചേർഡ് ഫിനിഷിങ് വരുന്ന ബോഡിയിൽ വെർട്ടിക്കൽ ലൈൻസ് പോലെ വരുന്ന ജാൽ ഡിസൈൻ പാറ്റേൺ ആണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ സാരിയിലുള്ള 2 കളേഴ്സ്, ഓറഞ്ച് ആൻഡ് ഒരു പിങ്കിൻ്റെ ടോണി വരുന്ന കാന്ത എംബ്രോയിഡറിയുടെ 2 ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതാണ് ഇതിൻ്റെ, ഞാൻ എടുത്തപ്പോൾ തിരിഞ്ഞു പോയി. ഇതിൻ്റെ പല്ലു ഡീറ്റെയിലിംഗ് വരുന്നത് സാധാരണ ചന്തേരി സാരീസിലൊക്കെ കാണുന്ന പോലത്തെ ലൈൻ ഡിസൈൻ പാറ്റേണൊക്കെ വന്നിട്ട് നല്ല പ്രിറ്റി ആയിട്ടുള്ള പല്ലു ഡീറ്റെയിലിംഗ്. വെർട്ടിക്കൽ ലൈൻസ് പോലെ തന്നെയല്ലേ ഡിസൈൻ പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടെക്സ്ചേർഡ് ഫിനിഷിന് വേണ്ടിയിട്ട് ഒരു വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു നെഗറ്റീവ് പ്രിൻറ്റിങ് പോലെ സെയിം ടോണി വരുന്ന ഒരു പ്രിൻറ്റ് ഡിസൈനും കൂടെ ഈ പല്ലുവിൻ്റെ ഡീറ്റെയിലിങ്ങിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പല്ലുവിൻ്റെ എഡ്ജസ് ഒക്കെ ഫിനിഷ് ചെയ്തേക്കുന്ന ആ ബോഡിയിലെ പ്രിൻറ്റ് ഡിസൈൻ്റെ നെഗറ്റീവ് പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ബ്ലൗസ് വന്നിരിക്കുന്നത് ആ ഒരു സെൽഫ് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ പാറ്റേൺ കൂടിയാണ് പെയർ ചെയ്തേക്കുന്നുണ്ട്. ഇതാണ് ബ്ലൗസിൻ്റെ കളർ വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ കളർക്ക് നല്ല പ്രിറ്റി ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. വൈൻ റെഡിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ, അതിൽ റോസ് ഫ്ലവേഴ്സ് പോലെയുള്ളൊരു ഫ്ലവർ ഡീറ്റെയിലിംഗ് സെയിം ടോണിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. SMC എന്ന കോഡിലാണ് സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. SMC 106A വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. 3799 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. കാന്ത ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് സാരിക്ക് നല്ല റിച്ച് ലുക്കുള്ള സാരിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ ടോണിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് ബോഡി വന്നേക്കുന്നത്. ഒരു ഭംഗിയുള്ള ടർക്കോയിഷ് ബ്ലൂവിൻ്റെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് സിൽവർ കളർ ജെറി ബോർഡേഴ്സൊക്കെ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതാണ് കേട്ടോ സാരിയുടെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സാരിയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ലൈൻ വിവിങ് സ്റ്റൈൽ പോലെ തന്നെയാണ്, ഒരു ലോങ്ങർ വ്യൂവിൽ നോക്കുമ്പോൾ ഒരു ലൈൻ വിവിങ് സ്റ്റൈൽ പോലെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് സാരിയുടെ പല്ലു ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. പല്ലു ആൻഡ് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ഇനി ബ്ലൗസും കൂടെ കാണിച്ചു തരാം. ബ്ലൗസ് വേണ്ട, ബ്ലൗസിലും സെയിം ടോണിൽ തന്നെ വരുന്ന ആ ബോർഡറിൻ്റെ കളറിൽ സെയിം ഒരു അബ്സ്ട്രാക്ട് റോസ് ഫ്ലവർ പോലെയൊക്കെ വരുന്ന ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ബ്ലൂവും സിൽവറും കൂടെ ഒക്കെ സെറി ഡീറ്റെയിലിംഗ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള സാരി. ഇത് നെക്സ്റ്റ് കളർ. ഇനി അടുത്ത കളർ നമുക്ക് നോക്കാം. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷൻ. ഗ്രീൻ ആൻഡ് മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷൻ. എല്ലാ സാരിയിലും ആ കാന്ത എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൂടെ വന്നേക്കുന്നതുകൊണ്ട് നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ. ഹാൻഡ് കാന്തയാണ് ഫുൾ സാരിയിൽ വന്നേക്കുന്നത്. അതും ഒരു ലൈൻ വിവിങ് സ്റ്റൈലിന് ആഡ് ഓൺ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് ഗ്രീൻ ആൻഡ് മസ്റ്റർഡ് യെല്ലോ പല്ലു ആൻഡ് കോൺട്രാസ്റ്റ്, അത് മസ്റ്റർഡ് യെല്ലോയിൽ തന്നെ വരുന്ന ബ്ലൗസ് ഡീറ്റെയിലിംഗ്. നെക്സ്റ്റ് കളർ കാണാം. അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് ഗ്രേ, സിമെൻറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ്. പിങ്ക് എന്ന് പറഞ്ഞാൽ
ഒരു മെറൂണിഷ് വൈൻ കളറും മെറൂൺ കളറും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. എന്നിട്ട് ആ ബോർഡറിൻ്റെയും ബോഡിയുടെയും കളേഴ്സിലാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ കാന്ത ലൈൻസ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അതാണ്ട. അതുപോലെ വളരെ സട്ടിലായിട്ട് സാധാരണ ചന്തേരി കാണുന്ന പോലെ അല്ലാതെ ഒരു ഡിഫറൻസ്. ഇത് ബനാറസിയിൽ വീവ് ചെയ്ത് വരുന്ന ചന്തേരിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ബനാറസി ടച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബോർഡർ ഡീറ്റെയിലിങ്ങിൽ ആ ബനാറസിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള സാരിയാണ് കേട്ടോ. അതായത് കണ്ടോ, പല്ലു കണ്ടോ, നല്ല ഭംഗിയുള്ള പല്ലു. ആൻഡ് പല്ലുവിൻ്റെ സെയിം ആ ഒരു ടെക്സ്ചർ ഫിനിഷിൽ തന്നെ വരുന്ന ബ്ലൗസ് ഡീറ്റെയിലിംഗ്. ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു റോസ് ഫ്ലവർ പോലെ തോന്നുന്ന ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത് SMC എന്ന കോഡിലാണ് ഈ 4 പ്രോഡക്ട്സും നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. SMC 106D വേരിയൻ്റ് ആണ്. ആൻഡ് പ്രൈസ് വരുന്നത് 3799. അപ്പോൾ ചന്തേരി ഫാബ്രിക്കിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ SMC 106 ആൻഡ് 3799 പ്രൈസ് റേഞ്ച് അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. സെമി ടസർ സാരീസിൻ്റെ അകത്ത് ഒരു ബോർഡേഡ് ലുക്ക്. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്നതും ആൻഡ് കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. വി ഹാവ് അറൗണ്ട് 6 ഷെയ്ഡ്സ് ഇൻ ദിസ്. ഒരു പേസ്റ്റൽ ടോണിൽ വന്നിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇതിനകത്ത് ബോർഡർ ഡിസൈനായിട്ടും ആൻഡ് ബോഡി ഫുള്ള് പോൾക്ക ഡോട്ട് ഡിസൈനായിട്ടും വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ഫേസിങ്ങിൻ്റെ ഫിനിഷിങ് ഇതിനകത്ത് എഡ്ജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് ഷെയ്ഡ് ഫസ്റ്റ് ലുക്ക്. സെമി ടസർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ഒരു വീവിങ് ടെക്സ്ചർ വെച്ചിട്ട് ആ ഒരു ടസർ ലൈക്ക് ഫിനിഷിങ്ങിനകത്ത് കൊണ്ടുവന്നേക്കാണ്. വി ഹാവ് ഇറ്റ് ഇൻ ബ്ലാക്ക് ലൈറ്റ് ബർഗൻഡി ആണ്. എന്താണ് ബ്യൂട്ടിഫുൾ മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡ്, ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ്. ആൻഡ് വി ഹാവ് a golden beige, grey and navy. ഇത്രയും നല്ല ഭംഗിയുള്ള കളേഴ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കളക്ഷനാണ്. 3099 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡ്ജ് വരേക്കും നമുക്ക് പല്ലുവിൻ്റെ എഡ്ജ് വരേക്കും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബോർഡറും ലോവർ ബോർഡറും ഒരേപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ അപ്പർ പോർഷനിൽ എഡ്ജ് ടു എഡ്ജ് ആണ് എംബ്രോയിഡറി. ലോ പോർഷനിൽ വന്നിട്ട് വി ഹാവ് ദിസ് ഇൻ മുട്ടിന് താഴെയുള്ള പ്ലീറ്റ്സ് ഏരിയ ആണ് വർക്ക് വന്നിട്ടുള്ളത്. സെയിം ഷെയ്ഡിൽ തന്നെയാണ് അതിനകത്തും എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാ ഷെയ്ഡ്സിൻ്റെ അകത്തും എംബ്രോയിഡറി കളേഴ്സ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ബോഡിയിലൊരു സ്കാറ്റർ വരുന്നുണ്ട്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ കളേഴ്സ് യു കെൻ സീ ദർ ഇസ് എ സിൽവറി ബേജ് ആൻഡ് ദെൻ വി ഹാവ് ബ്ലൂ, 2 tones ഓഫ് ഗ്രീൻ, ഒലിവും ടീലിൻ്റെ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ്, പീച്ച്, അത്രയും കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ലുക്ക്. ബോഡിയിൽ ഈ കളേഴ്സ് തന്നെയാണ് സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ്സ് ഇത് ബർഗൻഡിയെക്കാട്ടിലും ഒരു ഡാർക്ക് മോവ് ടോൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, ഡാർക്ക് മോവ് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ടോൺ. റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ലുക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ എഡ്ജൊക്കെ നീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. ബിക്കോസ് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് ഫിനിഷ് ചെയ്തേക്കാണ്. കോൺട്രാസ്റ്റ് പിങ്ക് പൈപ്പിംഗ് ആണ് എല്ലാത്തിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. ഈ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് എല്ലാ ഷെയ്ഡിൻ്റെ അകത്തും ആ ഒരു ഫ്ലാറ്റ് ഫേസിങ്ങിനായിട്ട് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് വാസ് ഗ്രീൻ. അപ്പോൾ SBS 308 307 2 കോഡ്സിനകത്തായിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ദിസ് ഇസ് നെക്സ്റ്റ് വൺ. ഗോൾഡൻ പേജും ഇതൊരു സട്ടിലായിട്ടുള്ള ലുക്കിൽ നിൽക്കും. കാരണം ഇതിനോട് മാച്ച് ചെയ്യുന്ന കളേഴ്സാണ്. അതിൻ്റെ ഒരു ബേസ് കളേഴ്സ് ഉണ്ടല്ലോ, അത് എംബ്രോയിഡറിക്കകത്ത് അത് ബേസിനോട് വളരെ അധികം സട്ടിലായിട്ടുള്ള ഒരു രീതിയിൽ ചേർന്ന് പോകുന്ന ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സട്ടിൽനെസ് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് ഗോൾഡൻ പേജ്. ആൻഡ് ദെൻ വി ഹാവ് ബ്രൗൺ ഗ്രേ. അപ്പോൾ ഒരു ബ്രൗൺ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രേ ഷെയ്ഡാണ്. ലുക്ക് ഇതും സട്ടിലാണ് കേട്ടോ. ആ ഒരു ഷെയ്ഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഒരു മീഡിയം വെയിറ്റിൽ വന്നിട്ടുള്ള സാരിയാണ്. അതാണ് എൻ്റെ ലുക്ക്. ഭയങ്കര വെയിറ്റ് ഇല്ല, നമുക്കൊരു മീഡിയം വെയിറ്റ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് താഴോട്ടെടുക്കാനും ഒക്കെ എളുപ്പമാണ്. ആൻഡ് ദിസ് ഇസ് നേവി. ഒരു നേവിയുടെയും റോയലിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. റോയലിൻ്റെ അത്ര ബ്രൈറ്റ് അല്ല. ദിസ് ഇസ് ദി ലുക്ക്.
വെരി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. നമുക്ക് ഒരു ഒക്കേഷണൽ വെയറിന് നമുക്ക് ഇതിനകത്ത് ബ്ലൗസിനകത്ത് ബീഡഡ് വർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ. അപ്പോൾ ഈ ഒരു ടോൺസ് മാത്രം എടുത്തിട്ടുള്ള ഒരു ഷുഗർ ബീറ്റ് സ്പ്രെഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൗസ് ആക്ച്വലി നല്ല ഭംഗിയായിരിക്കും. ലൈറ്റായിട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഓവറാക്കൊന്നും വേണ്ട. അപ്പോൾ 3099 റേഞ്ചിൽ വന്നേക്കുന്ന കളക്ഷൻ SBS 808 and 807.